പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഇന്നുണ്ടായത് നാടകീയ രംഗങ്ങൾ. കോടതി പറയുന്നതെല്ലാം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേതെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുത്ത സർക്കാരിനെതിരെയാണ് കോടതി പരാമർശമെന്ന് ഓർക്കണമെന്ന് സർക്കാർ അഭിഭാഷകൻ മറുപടി പറഞ്ഞു. ഹർജി പരിഗണിക്കവേ കോടതിക്ക് നേരെ ക്ഷുഭിതനായി സർക്കാർ അഭിഭാഷകൻ. എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഹൈക്കോടതി ചോദ്യമായി ചോദിച്ചത്. സർക്കാർ സാഹചര്യത്തിനനുസരിച്ച് ഉയരുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല എന്ന് കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനും എന്തെങ്കിലും അനുകമ്പയുള്ളതായി തോന്നുന്നില്ല. നിർബന്ധമായി നൽകേണ്ടുന്ന വിഭാഗത്തിൽ അല്ല പെൻഷൻ ഉൾപ്പെടുന്നതെന്നും ഫണ്ട് ലഭ്യമാകുന്നതനുസരിച്ചാണ് നൽകുന്നതെന്നും സർക്കാർ അറിയിച്ചപ്പോഴായിരുന്നു പ്രതികരണം. തനിക്ക് മാത്രമായി ഒരു സഹായവും വേണ്ട എന്നാണ് പെൻഷൻ വിഷയത്തിൽ ഹർജി നൽകിയ മറിയക്കുട്ടിയുടെ പ്രതികരണം. ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ഹർജിക്കാരി ഇപ്പോഴും VIP ആണ് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ്? അതിന്റെ വിശദാംശവുമായി എസ് ശ്രീകാന്ത് ഇന്ന് സംഭവിച്ചതിൽ. ശ്രീകാന്ത്, ഇന്ന് രാവിലെ ആദ്യം ഈ ഹർജി കോടതി പരിഗണിക്കുന്നു. അതിനുശേഷം മറുപടി നൽകാൻ സമയം വേണമെന്ന് സർക്കാർ പറയുന്നതനുസരിച്ച് തന്നെയാണ് ഉച്ചയ്ക്ക് 1:45 ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിച്ചത്. പക്ഷേ ഉത്തരമാകുന്നില്ല. തനിക്ക് പെൻഷൻ ലഭിക്കാനുള്ള അടിയന്തര നടപടി വേണമെന്നുള്ളതായിരുന്നു മറിയക്കുട്ടിയുടെ ആവശ്യം. പക്ഷേ അതിന് ഉത്തരമായിട്ടില്ല. അവർ കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? ഇന്ന് ഈ പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നേരെ ഉണ്ടായി. കാരണം ഇന്ന് ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരം സർക്കാരുകളിൽ നിന്നും കോടതി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. നേരെ മറിച്ച് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണെന്നും ഈ പരാതിക്കാരിക്ക് മറ്റ് ആളുകളിൽ നിന്നും സാമ്പത്തിക സഹായം ഇതിനായി കിട്ടുന്നുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഉന്നയിച്ചു. ക്ഷുഭിതനായാണ് കോടതി അതിനെ കേട്ടത്. കാരണം കോടതി പറഞ്ഞ ഇതാണ്: സർക്കാരിനെതിരെ ഒരാൾ പരാതി നൽകിയാൽ ഉടനെ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിൽ പറഞ്ഞ് അവരെ അപകീർത്തിപ്പെടുത്തുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് കോടതി ചോദിച്ചു. ഒരു പ്രായമായ സ്ത്രീയെക്കുറിച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത്, മനുഷ്യനാണെന്ന ഓർമ്മ വേണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയും ചെയ്തു. ഉടനെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇത് സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവത്തിലുള്ളതല്ല, അത് നിർബന്ധമായും നൽകേണ്ടതല്ല, ഫണ്ടിന്റെ പര്യാപ്തത നോക്കിയാണ് സർക്കാർ അത് നൽകുന്നത് എന്ന് സംസ്ഥാന സർക്കാരും പറഞ്ഞു. കേന്ദ്രത്തിനും ഇക്കാര്യത്തിൽ ഒരനുകമ്പയും ഉള്ളതായി തനിക്ക് തോന്നുന്നില്ല എന്ന് വിമർശിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഇതിന് പിന്നാലെ സർക്കാർ അഭിഭാഷകൻ ഒരല്പം ക്ഷുഭിതനായി സംസാരിച്ചു. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ, തെരഞ്ഞെടുത്തൊരു സർക്കാരിനെതിരെ, അങ്ങനെ ഒരു സർക്കാരാണെന്ന് കോടതി ഓർക്കണം. ഇങ്ങനെ തുടർച്ചയായി ഉത്തരവിറക്കുന്നതും പരാമർശങ്ങൾ നടത്തുന്നതും മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്ന് അഭിഭാഷകൻ പറയുകയുണ്ടായി. പിന്നാലെ കോടതി അതിനെ തിരിച്ചടിച്ചു. ഏതാണ് അത്തരത്തിൽ ആഘോഷിച്ചതെന്ന് പറഞ്ഞാൽ ഞാനത് തിരുത്താം, അല്ലെങ്കിൽ നിങ്ങളത് പിൻവലിക്കണം എന്ന് കോടതി പറഞ്ഞു. അത് വാക്കേറ്റം കുറേ നേരം നീണ്ടു. ഒടുവിൽ സർക്കാർ അഭിഭാഷകൻ അത് പിൻവലിച്ചു. കേസ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. മറിയക്കുട്ടിക്കായി പ്രാർത്ഥിക്കാം. അവരിപ്പോഴും VIP തന്നെയാണ്. ഇത്തവണ അവർക്ക് ക്രിസ്മസ് ഇല്ലാത്തതിനാൽ തനിക്കും ക്രിസ്മസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് കോടതി പറഞ്ഞത് പെൻഷൻ നൽകാനാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ചെലവ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇന്നിപ്പോൾ ആ തരത്തിലേക്കൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് സ്റ്റാറ്റ്യൂട്ടറി വിഭാഗത്തിൽപ്പെടുന്നതല്ല എന്നത് സർക്കാരുകൾ വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാരണം കോടതി പറഞ്ഞത് ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സർക്കാർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, കൊടുക്കാനാകില്ല എന്നുള്ളതാണ്. അവരോട് എനിക്കിനി അത് കൊടുക്കണമെന്ന് നിർബന്ധിക്കാനും പറ്റില്ല. കാരണം നിയമപരമായി അത് സാധ്യമല്ല. എന്തെങ്കിലും സഹായം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് മറിയക്കുട്ടിയോട് ചോദിച്ചു. അല്ലെന്നവർ മറുപടി നൽകി. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്ന് കോടതി പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി മറിയക്കുട്ടിയുമായി അഭിഭാഷകയും DLSAയും സംസാരിക്കട്ടെ, ഏതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കോടതി അറിയിക്കൂ, അത് പുറത്തുനിന്ന് എന്തെങ്കിലും സഹായം അനുവദിപ്പിച്ച് തരാം എന്നൊരു രീതിയിലേക്ക് ഇന്ന് കോടതി എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ മറിയക്കുട്ടി അതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് താൻ കോടതിയിൽ എത്തിയതെന്നാണ് അവർ പറഞ്ഞത്. ഈ മദ്യം വിറ്റ് 21 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയതല്ലേ, അത് നിങ്ങൾ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം ഈ മറിയക്കുട്ടിയുടെ അഭിഭാഷക സർക്കാരിനോടും ചോദിച്ചു. അതൊന്നും സർക്കാരിന് അറിയില്ല എന്ന മറുപടിയാണ് കോടതി പരിഹാസ രൂപേണ പറഞ്ഞത്. എന്തായാലും മറിയക്കുട്ടി പുറത്തു നിന്നുള്ള മറ്റ് സഹായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ കോടതിയിൽ പറഞ്ഞത് തരുന്നെങ്കിൽ സർക്കാർ തരട്ടെ എന്നുള്ളതാണ്. സർക്കാരിന് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല. കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് കോടതിയിൽ നിന്ന് താൻ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്, സർക്കാർ എന്തെങ്കിലും തനിക്കായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് മറിയക്കുട്ടിയുടെ ഇതിന് ശേഷമുള്ള പ്രതികരണമായി ഉണ്ടായത്. ഒട്ടേറെ ആളുകൾ തന്നെ പോലെയോ തന്നെക്കാൾ ഏറെയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത്, തനിക്ക് വേണ്ടി മാത്രം ഒരു ആനുകൂല്യവും ആവശ്യമില്ല എന്നാണ് മറിയക്കുട്ടി പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് മറിയക്കുട്ടിയുടെ പ്രതികരണത്തിലേക്ക്.
എനിക്ക് മറികുട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ്, ജനം കിട്ടേണ്ട ആനുകൂല്യം ചോദിക്കുന്നുള്ളൂ. ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അത് നാണം കെട്ടവനെയല്ല, അങ്ങോട്ട് അവകാശത്തിൽപ്പെട്ടവനെയാണ്. അവമാനിക്കണ്ടല്ലോ. ഇത് തുടങ്ങി പിന്നെ പത്രത്തിൽ വന്നേക്കെ തന്നെ 1.5 കോടി എനിക്ക് നീക്കിയിരിപ്പുണ്ട്. 5000 രൂപ ഞാൻ വീടിന് വാടക മേടിക്കേണ്ട, പിന്നെ കിടക്കുന്ന ഒരു വീട്, പിന്നെ വേറെ എങ്ങാണ്ടൊരു 1.5 ഏക്കർ സ്ഥലം, പിന്നെ ഇളയ മകൾ വിദേശത്ത്. അത് ഗവൺമെൻറ് അല്ല, ഈ പിണറായി ഭരിക്കുന്നവർക്കല്ല ഇത് കേട്ടോളൂ.